So, good morning, students. We are going to discuss the second part of autoimmune diseases. Okay. So, autoimmune diseases are classified into three different groups. Okay. First one, hemolytic autoimmune diseases. Second one, localized autoimmune diseases. And third one, systemic autoimmune diseases. Okay. Now we will discuss the first one, hemolytic autoimmune diseases. Hemolytic, it is related to blood. Okay. Hemolytic autoimmune disease is a clinical disorder resulting in the destruction of components of the blood. ബ്ലഡിൽ ഏതെങ്കിലും കമ്പോണൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഹീമോലൈറ്റിക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. ഒരുപാട് ഡിസീസസ് ഉണ്ട്. ഹിയർ ഓട്ടോ ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് വൺസ് ഓൺ RBC, പ്ലേറ്റ്ലെറ്റ്സ് ഓർ WBC. ഈ മൂന്ന് കമ്പോണന്റ് ആണ് ബ്ലഡിൽ ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പോണന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുക. അപ്പോഴാണ് ഹീമോലൈറ്റിക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഹീമോലൈറ്റിക് അനീമിയ, ല്യൂക്കോപീനിയ, ത്രോംബോ സൈറ്റോപീനിയ, ഇങ്ങനെയൊക്കെയുള്ള ഡിസീസ് അതിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് ലോക്കലൈസ്ഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്. അവിടെ ബ്ലഡ് അല്ല, ഏതെങ്കിലും ഒരു ഓർഗനെ എഫക്ട് ചെയ്യുമ്പോഴാണ് ലോക്കലൈസ്ഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നത്. ഇൻ ലോക്കലൈസ്ഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എ പെർട്ടിക്കുലർ ഓർഗൻ ഈസ് അഫക്റ്റഡ് due to auto antibodies, hence it is called organ specific autoimmune disease എന്നും കൂടിയും പറയും. അതിന് എക്സാമ്പിൾ ആണ് തൈറോടോക്സിക്കോസിസ്, തൈറോയിഡ് ഓർഗൻസ്, തൈറോയിഡ് ഗ്ലാൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ആഡിസൺസ് ഡിസീസ്, അതും തൈറോയിഡ്, അല്ലെങ്കിൽ മൈസ്തീനിയ ഗ്രാവിസ്, അത് നമ്മള് അസറ്റൈൽ കോളിൻ റിസപ്റ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു പെർട്ടിക്കുലർ ഓർഗൻ ആണ് ഡാമേജ് ആവുന്നത്. അതുകൊണ്ടാണ് അതിന് ലോക്കലൈസ്ഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് സിസ്റ്റമിക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്. സിസ്റ്റമിക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് അഫക്ട്സ് ദ ഹോൾ ബോഡി ഓർ മെനി ഓർഗൻ. നേരത്തെ ലോക്കലൈസ്ഡ് ഏതെങ്കിലും ഒരു ഓർഗൻ ആണ് എഫക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ, സിസ്റ്റമിക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ആകുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അത് അഫക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റംസിനെ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ systemic autoimmune responses എന്ന് പറയാം. It is also called non-organ specific autoimmune diseases. Okay, അതിന് എക്സാമ്പിൾ ആണ് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. നമ്മൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശരീരത്തിൽ എവിടെയൊക്കെ ജോയിന്റ്സ് ഉണ്ടോ അവിടെ ഒക്കെ അത് എഫക്ട് ചെയ്യും. നമ്മളെ ജോയിന്റ്സിന് എഗെയിൻസ്റ്റ്, അവിടെയുള്ള സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുമ്പോഴാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി വേറെ നിങ്ങൾക്ക് സിലബസിൽ രണ്ട് ഡിസീസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ടൈപ്പ് 1 ഡയബറ്റീസും, പിന്നെ അതേപോലെ മൈസ്തീനിയ ഗ്രാവിസ്. ഈ രണ്ട് ഡിസീസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഡയബറ്റീസ് കേട്ടിട്ടുണ്ടാവും, രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1നെയാണ് നമ്മൾ ജുവനൈൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഏർലി ഓൺസെറ്റ്, ചെറുതിലെ ഉണ്ടാകുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. യു നോ വാട്ട് ഇസ് ഡയബറ്റീസ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ കുറവുണ്ടാവുക, അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് എലിവേറ്റ് ചെയ്യുക. ഇതാണ് നോർമലി ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ ഉണ്ടാവില്ല. ടൈപ്പ് 2 ആണെങ്കിൽ ഇൻസുലിൻ ഉണ്ടാവും, പക്ഷെ അതിന് സെൻസിറ്റീവ്, അത് ആക്ട് ചെയ്യുന്ന സെല്ല് ഇൻസെൻസിറ്റീവ് ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ടൈപ്പ് 2. അപ്പൊ അതിൽ ടൈപ്പ് 1 ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ടൈപ്പ് 2 ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അല്ല. ഓക്കെ. ഈ ടൈപ്പ് 1 ഡിസീസിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവുക നമ്മളെ ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസിലെ ബീറ്റ സെൽസ് ആയിരിക്കും. ദീസ് ബീറ്റ സെൽസ് ആർ പ്രൊഡ്യൂസിങ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെല്ലിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ സെല്ലിനെ അങ്ങ് നശിപ്പിച്ചു കളയും. ബി സെല്ല് നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടും, നമ്മൾ ഡയബറ്റിക് ആവും. അപ്പൊ അതാണ് ടൈപ്പ് 1 diabetes. Okay. It's sometimes called juvenile diabetes because it's often diagnosed in children and teenagers. In people with type 1 diabetes, the immune system mistakenly attacks the healthy tissues of the body and destroys the insulin producing cells of the pancreas, that is the beta cells. Alpha cells produce glucagon and beta cells produce insulin. Here the autoimmune responses distract beta cells. Okay. This is important because insulin is needed to
more sugar, or it is needed to convert glucose into glycogen. Okay, if insulin is absent, the glucose level increases in the blood. Okay, so out of the blood into the muscle, brain and other target cell where it is used for the energy. In the high blood sugar, that result can lead to the number of complications such as kidney, nerve, eye damage as well as cardiovascular diseases. അപ്പോൾ നമ്മൾ ഈ ഇൻസുലിൻ ഇല്ലാണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എപ്പോഴും കൂടിയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കിഡ്നിക്ക് ഉണ്ടാക്കും, കണ്ണിന് ഉണ്ടാക്കും, അതേപോലെ എന്തെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങൂല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കും. Moreover, cells are not receiving the glucose they need for healthy functioning. മാത്രമല്ല സെൽസിന് ഗ്ലൂക്കോസ് എല്ലായിടത്തും ഒരുപോലെ കിട്ടുകയും ചെയ്യില്ല. The loss of insulin secretion is typically caused by autoimmune destruction of insulin producing cells of islets of beta cells in the pancreas, where B cells are destroyed. Because people with type 1 diabetes can no longer produce their own insulin, they must be inject insulin. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യാം. Keeping blood sugar steady by matching carbohydrate intake and the appropriate insulin dose, we can prevent long-term complication of this diabetes. Okay, type 1 diabetes cannot be cured, but it may be managed. ഒരിക്കലും നമുക്ക് ഈ ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റില്ല. നമുക്ക് അതിന്റെ സിംറ്റംസ് കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. പല ട്രീറ്റ്മെന്റ് ലൈക്ക് ഇൻസുലിൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാം. ഇനി എന്തൊക്കെ സിംറ്റംസ് ആ ഇതിന് ഉണ്ടാവുക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുക എന്നുള്ളത് അതിന്റെ പ്രൈം ആയിട്ടുള്ള സിംറ്റം. അതുകൊണ്ട് തന്നെ യൂറിനിലെ കൂടി ഗ്ലൂക്കോസ് പാസ് ചെയ്യും. ഓക്കെ, ഗ്ലൂക്കോസൂറിയ എന്ന് പറയും. പിന്നെ ഡീഹൈഡ്രേഷൻ, സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാവുന്ന എല്ലാ സിംറ്റംസും ഡീഹൈഡ്രേഷൻ, ഹങ്കർ, ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, വെയിറ്റ് ലോസ് or weight gain, fatigue, nausea, vaginal infection in women and yeast infection in most men and women. അപ്പൊ ഇങ്ങനത്തെ കുറെ സിംറ്റംസ് ആണ് ഉണ്ടാവുക. ഇത് കുറച്ചും കൂടി ഒന്നും കൂടി സിംറ്റംസ് തന്നെ ഒന്നും കൂടി മെൻഷൻ ചെയ്തതാണ്. നമ്മൾ പറഞ്ഞ തന്നെയാണ് എക്സസീവ് തേഴ്സ്റ്റ്, ഫാറ്റീഗ്, ഹങ്കർ, സ്വെറ്റിംഗ്, നോസിയ, വോമിറ്റിംഗ്, വെറ്റനിങ്, എക്സസീവ് യൂറിനേഷൻ, ബ്ലഡ് വിഷൻ, ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്, ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ, ഹെഡേക്ക്, സ്ലീപ്നെസ്, വെയിറ്റ് ലോസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡ് ഒന്ന് റെഗുലർ മോണിറ്ററിങ്, ഇൻസുലിൻ തെറാപ്പി, ഡയറ്റ്, എക്സസൈസ്, ഇതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അതിൽ നമുക്ക് ഇൻസുലിൻ ആണെങ്കിൽ ഗുളികയായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടോ കൊടുത്തിട്ട് ഇതിന് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇനി ഫുഡ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അധികമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫുഡ് ഒഴിവാക്കുക, കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഇനി അടുത്ത ഡിസീസ് ആണ് മൈസ്തീമിയ ഗ്രാവിസ്. മൈസ്തീമിയ ഗ്രാവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്മിഷൻ. നിങ്ങൾക്ക് അറിയാം, നെർവ് സെൽസിലേക്ക് കൂടി എങ്ങനെയാ സിഗ്നൽ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫിസിയോളജിയിൽ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് നെർവ് സെല്ലിന്റെ ഉള്ളിൽ സിനാപ്സിസ് ഉണ്ടാവും. ഈ സിഗ്നൽസ് വരുന്ന സമയത്ത് സിനാപ്റ്റിക് വിടവിലൂടെ അത് വന്നിട്ട് അതിന്റെ അപ്പുറത്തുള്ള സെല്ലിന്റെ റിസപ്റ്ററിൽ പോയിട്ട് അസെറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ട്രാൻസ്മിഷൻ ഓഫ് nerve ഇമ്പൾസസ് എങ്ങനെയാണ്, കെമിക്കൽ ട്രാൻസ്മിഷനും ഇലക്ട്രിക് ട്രാൻസ്മിഷനും. അതിൽ കെമിക്കൽ ട്രാൻസ്മിഷനിലാണ് ഈ പറഞ്ഞ അസെറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും സിനാപ്റ്റിക് എന്താ പറയാ ആ സിസിലേക്ക് അല്ലെങ്കിൽ ആ വിടവിലേക്ക്. അപ്പൊ അടുത്ത സെല്ലിൽ അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഈ അസെറ്റൈൽ കോളിൻ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ മുമ്പിലത്തെ സെല്ലിൽ നിന്ന് രണ്ടാമത്തെ സെല്ലിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത്. പക്ഷെ ഈ രോഗമുള്ളവർക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസെറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, നെക്സ്റ്റ് അതിനെ റിസീവ് ചെയ്യേണ്ട, ഈ കെമിക്കലിനെ റിസീവ് ചെയ്യേണ്ടേ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവും. ഈ റിസപ്റ്റേഴ്സിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അപ്പൊ എന്താ നടക്കുക, ഈ മെസ്സേജസ് അല്ലെങ്കിൽ nerve ഇമ്പൾസസിന് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് കെമിക്കൽ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പറ്റൂല. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഡിസീസസ്, അതുകൊണ്ടുണ്ടാവുന്ന ഡിസീസിനെയാണ് നമ്മൾ മൈസ്തീമിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്.
Myasthenia gravis is a long-term neuromuscular disease. Nerves അല്ലെങ്കിൽ മസിൽസിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാവുന്നത്, which leads to varying degree of skeletal muscle weakness. Skeletal muscle weakness ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. Symptom. The most commonly affected muscles are those of the eyes, face, ആൻഡ് swallowing. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുഖത്തുള്ളത്, അതേപോലെ കണ്ണിന്റെ മസിൽസ് ആണ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. ഇൻ ദ ഡിസീസ് സ്പീക്കിംഗ്, ഈറ്റിംഗ് ആൻഡ് വാക്കിംഗ് ബിക്കം ടയർസം. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഡബിൾ വിഷൻ ഉണ്ടാവും, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് ഉണ്ടാവും, ട്രബിൾ ഇൻ ടോക്കിംഗ്, ട്രബിൾ ഇൻ വാക്കിംഗ്, ഇതൊക്കെ ഉണ്ടാവും. സഡൻ ഓൺസെറ്റ് ഉണ്ടാവുക. ദസ് എഫക്റ്റഡ് ബൈ ലാർജ് ടൈം ഡെവലപ്പ് thymoma. Okay, myasthenia gravis is an autoimmune disease which results from antibodies that block or destroy nicotinic acetylcholine receptors. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്. അതൊന്ന് മാറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ മാറ്റി എഴുതാൻ മതി. What is myasthenia gravis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is an autoimmune disease in which autoantibodies are produced against acetylcholine receptors. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്യണം. ഇതിൽ കൊടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ എഴുതുമ്പോൾ ആഡ് ചെയ്താൽ മതി. What is the definition അല്ലെങ്കിൽ what is myasthenia gravis? It is an autoimmune disease produced, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? Due to the production of autoimmune responses against the acetylcholine receptors. Acetylcholine receptorന് against ആയിട്ട് autoimmune responses ഉണ്ടായി അതിനെ നശിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസ് ആണ് myasthenia gravis. This prevents nerve impulse from triggering muscle contraction. അപ്പോൾ nerve impulse പോയി മസിൽ കോൺട്രാക്ട് ചെയ്യണം, അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുണ്ടാവുന്ന പ്രശ്നം. The neuromuscular junction is severely affected by these patients. nerve-ഉം മസിലും കൂടി ചേർന്ന ജംഗ്ഷനാണ് നമ്മൾ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ന് പറയാം. ഇത്തരം ജംഗ്ഷനിലേക്ക് കൂടി ഈ കെമിക്കൽ അല്ലെങ്കിൽ അസറ്റൈൽകോളിൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് nerve-ന്ന് മസിലിലേക്ക്. അപ്പൊ ഇവിടെ ഈ റിസീവ് ചെയ്യേണ്ട റിസപ്റ്റർ വന്നിട്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി അല്ലെങ്കിൽ വന്ന് ബ്ലോക്ക് ചെയ്താൽ ഇതിനെ റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കില്ല. ഇനി എന്തൊക്കെയാ ഇതിന്റെ സിംറ്റംസ്? ഇത് ഇപ്പൊ പറഞ്ഞൊക്കെ തന്നെ ലെഗ് മസില്, ഡബിൾ വിഷൻ, ഡിഫിക്കൽട്ടീസ് വിത്ത് സ്പീച്ച്, ചൂയിങ്, ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. മുഖത്താണെങ്കിൽ ഡ്രൂപ്പിംഗ് ഓഫ് അപ്പർ ഐലിഡ് ഓർ മസിൽ വീക്ക്നെസ്, പിന്നെ ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ്, swallowing, ഇതൊക്കെ തന്നെ വീക്ക്നെസ് ഓഫ് ഐ മസിൽസ്, ഡ്രൂപ്പിംഗ് ഓഫ് വൺ ഓർ ബോത്ത് ഐലിഡ്സ്, ബ്ലർഡ്, ഡബിൾ വിഷൻ, change in facial expression, difficulty in swallowing, shortness of breath, impaired speech, വർത്താനം പറയുന്നതിന് കുഴപ്പമുണ്ടാവും. ഇതൊക്കെയാണ്. ഓക്കെ, as usual there is no cure for myasthenia gravis, but it can be, അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് നമുക്ക് ചില മെഡിസിൻസിലൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അത്ര മാത്രമേ പറ്റുള്ളൂ. ഈ പിക്ചർ എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ സ്ലൈഡ്സിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന പിക്ചർ വെറുതെ അല്ല. This is very important. You should draw this picture in your notebook. And myasthenia gravis നിങ്ങൾക്ക് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ മുടിയും വരച്ച് കഴിഞ്ഞ് അതിൽ കാണിക്കണം. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇത് അസുഖം ഇല്ലാത്ത ഒരാളെയാണ്, ഇവിടെ റിസപ്റ്റേഴ്സ് ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് അസുഖമുള്ള ഒരാളിലാണെങ്കിൽ ഈ ഗ്രീൻ റിസപ്റ്റേഴ്സ് ഒരു ഓറഞ്ച് കണ്ടോ കൊടുത്തിട്ടുണ്ടോ, റിസപ്റ്റേഴ്സ് ആർ ബ്ലോക്ക്ഡ് ബൈ ആന്റിബോഡീസ്. അപ്പോൾ ഇതാണ് അത്, സിമ്പിൾ പിക്ചർ ആണ്. പക്ഷെ എക്സാമിന് ചോദിക്കണമെങ്കിൽ മാക്സിമം പിക്ചേഴ്സ് ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം, എന്നാലേ അത് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി വാട്ട് ഇസ് ഗ്രാഫ്റ്റ് റിജക്ഷൻ? നമ്മൾ ഒരാളെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓർഗനോ ടിഷ്യൂവോ നമ്മളെ ശരീരത്തിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മളെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയാം. ഇപ്പൊ കിഡ്നി ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം സക്സസ് ആവില്ല. അങ്ങനെ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാച്ചിങ്, നമ്മൾ റിലേറ്റീവ്സിന്റെ എടുക്കും, അല്ലെങ്കിൽ ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എടുക്കും. അങ്ങനെയാണെങ്കിൽ സക്സസിന്റെ പെർസെൻറ്റേജ് ഹൈ ആയിരിക്കും. എന്നാൽ ചില സമയത്ത് ഒരു റിലേഷനും ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ മാറ്റി ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മുടെ ശരീരത്തിന് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്തൊരു ഭാഗം. അപ്പൊ അതിനെ റിജക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയാം. ഓക്കെ,
Graft rejection is a immunological destruction of transplanted tissue or organ between two members or strains of species differing at a major histocompatibility complex for that species. ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. വാട്ട് ഈസ് ദിസ് മേജർ ഹിസ്റ്റോകോമ്പാക്റ്റിബിലിറ്റി കോംപ്ലക്സ്? നമ്മൾ അതിനെ MHC എന്ന് മോളിക്യൂൾ എന്ന് പറയും. നമ്മൾ ഓരോ ടിഷ്യൂവിന്റെ പുറത്തും ഈ MHC മോളിക്യൂൾസ് ഉണ്ട്. ആ MHC മോളിക്യൂൾസ് എന്റേതായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ MHC മോളിക്യൂളിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് എൻ്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത വേറെ ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അതിനെ മനസ്സിലാക്കും, അതിനെ റിജക്ട് ചെയ്യുകയും ചെയ്യും. സോ ഈ മേജർ ഹിസ്റ്റോകോമ്പാക്റ്റിബിലിറ്റി കോംപ്ലക്സ് MHC മോളിക്യൂൾസ് എന്ന് പറയുന്ന മോളിക്യൂള് എല്ലാ കോശത്തിന്റെ പുറത്തും ഉണ്ടാവും എൻ്റെ. അപ്പൊ അത് വെച്ചിട്ടാണ് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് എൻ്റെ ബോഡീന്റെ പാർട്ടാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതല്ല ആ MHC വേറൊരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വേറെ ആയിരിക്കും, അവരുടെ ജീൻസ് വേറെ ആയിരിക്കും, ആ പ്രോട്ടീൻ വേറെ ആയിരിക്കും. അപ്പൊ അതെന്റെ ശരീരത്തിൽ കയറുമ്പം എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവും that is not part of my body and it will try to എക്സിറ്റ് ഇറ്റ്, അതിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതിന് നമ്മൾ HLA എന്ന മനുഷ്യന്റെ കേസിൽ പറയാ, മൗസിന്റെ കേസിലാണ് H2 പറയും. കോമൺലി അതിനെ MHC മോളിക്യൂൾ ഓർ മേജർ ഹിസ്റ്റോകോമ്പാക്റ്റിബിലിറ്റി മോളിക്യൂൾ എന്ന് പറയും. I think you are clear about it. Okay. ആ MHC മോളിക്യൂളിലെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് പുറത്തുനിന്ന് ഒരു ഗ്രാഫ്റ്റ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് എൻ്റെ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റിജക്ട് ചെയ്യുന്നു. Okay. The transplant rejection is a process in which transplant recipient's immune system attacks the transplanted organ or tissue. ഒരാൾക്ക് വേറൊരാളെ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ that organ is called transplanted organ. അതിനെ സ്വീകരിക്കുന്ന ആളാണ് റെസിപ്പിയന്റ്. ആ റെസിപ്പിയന്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, കിഡ്നി ആണെങ്കിൽ കിഡ്നി അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിനെ റിജക്ട് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് transplant rejection എന്ന് പറയാം നമ്മൾ. Okay. When a person receives an organ from someone else during transplant surgery, the person's immune system may recognize that it is a foreign. അത് അപ്പോൾ നമ്മൾ ഈ ലിവർ മാറ്റി വെക്കും, കിഡ്നി മാറ്റി വെക്കും, ഇങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അവരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് വെക്കുക. അവർക്ക് അതെന്താ ആരും കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. അവരെ തികച്ചും ഒരു മൈക്രോബ്സും കയറാത്ത സ്ഥലത്തായിരിക്കും വെച്ചിട്ടുണ്ട്. അവനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിരിക്കും, ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റിജക്ട് ചെയ്ത് കളയും. അങ്ങനെ സപ്രസൻസ് കൊടുക്കുമ്പോൾ അവർക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവരുടെ ബോഡീനെ മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ. എന്തിനാ കുറച്ച് വെച്ചത്? ആ ഓർഗനെ റിജക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക്. പക്ഷെ മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റം അത് ഡൗൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ മെഡിസിൻസ് കൊടുക്കുന്നതുകൊണ്ട്. അപ്പൊ അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഐസൊലേറ്റഡ് ആയി വെക്കും, ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടത്തിയ ആൾക്കാർക്ക്. അതിലെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതിനെ നമ്മളതായിട്ട് എടുക്കണം, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയി പോകും, റിയാക്ഷൻ ഫെയിലിയർ ആയി പോകും, ആൾക്കാർ മരിച്ചു പോകും. അപ്പൊ എല്ലാ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഓപ്പറേഷൻസും സക്സസ് ആവണമെന്നില്ല. അത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡൗൺ ആക്കി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുക ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക. അതേപോലെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത ആളെന്ന് നമ്മളെ സിബ്ലിങ്സ്, റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളെന്നെല്ലാം ഒന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് അതൊന്നും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ബ്ലഡ് എങ്കിലും മാച്ചിങ് ഉണ്ടോ നോക്കും. ഓക്കെ. Mismatched organs or organs that are not matched closely enough will trigger a blood transfusion reaction or transplant rejection. Matching അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, transplant reject ചെയ്യും. Transplant rejection എന്താ? What is transplant rejection? Graft rejection depends upon the host recognition of grafted tissue as a foreign. ഈ ഹോസ്റ്റിന്റെ ബോഡി ഫോറിൻ ആയിട്ട് ആ പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്താൽ it will definitely try to eject that is called graft rejection. The antigen responsible for such rejection are those of the major histocompatibility antigen. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് MHC or HLA എന്ന് പറയുന്നത്. Rejection is a complex process in which both cell mediated immunity as well as circulating antibodies play an important role. നേരത്തെ പറഞ്ഞ പോലെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഇത് രണ്ടും ഇൻവോൾവ് ചെയ്യും ഗ്രാഫ്റ്റ് റിജക്ഷനിൽ. ഇനി ഓരോ
എല്ലാപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചില കേസിൽ സെൽ മീഡിയേറ്റഡ് ആയിരിക്കും, ചില കേസിൽ ആന്റിബോഡീസ് ഓർ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ദ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ദീസ് ടു മെക്കാനിസം ടു ദി റിജക്ഷൻ വാരി എമംഗ് ഗ്രാഫ്റ്റ്. രണ്ടും എങ്ങനെയാണെന്നുള്ളത് വ്യത്യാസമായിരിക്കും. ആൻഡ് ഓഫൺ റിഫ്ലക്റ്റഡ് ഇൻ ദി ഹിസ്റ്റോളജിക്കൽ ഫീച്ചർ ഓഫ് ദി റിജക്റ്റഡ് ഓർഗൻ. അപ്പോൾ ആ റിജക്റ്റഡ് ഓർഗന്റെ ഹിസ്റ്റോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് സെല്ലാണ് ഇതിനെ അറ്റാക്ക് ചെയ്തത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒരു ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണോ അതോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണോ എന്നുള്ളത് ആ റിജക്ട് ചെയ്തിട്ടുള്ള ഓർഗനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ് വാട്ട് ഇസ് മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റിബിലിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ MHC മോളിക്യൂൾ, അതൊന്ന് പറ്റി അത് വേണമെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ദ ജീൻ കോംപ്ലക്സ് whose alleles encode polymorphic cell surface glycoprotein involved in antigen recognition and presentation. ഓരോ സെല്ലിന്റെയും പുറത്തുണ്ടാവുന്ന ഒരു സർഫേസ് ഗ്ലൈക്കോപ്രോട്ടീൻ, പുറത്തുണ്ടാവുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്കിൾസ് ആണ് ഈ മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റിബിലിറ്റി കോംപ്ലക്സ്. അത് നമ്മളെ ജീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളെ ക്രോമസോമിലുള്ള ജീനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഓക്കെ, MHC matching between transplant donor and recipient greatly reduces likelihood of rejection. ഈ MHC റിലേറ്റീവ് ആയ ആൾക്കാരുടെ ജീനിലും റിലേഷൻ ഉണ്ടാവും. അപ്പൊ അവരുടെ ഈ MHC തമ്മിലും ചെറിയ ചെറിയ സിമിലാരിറ്റി ഉണ്ടാവും. അപ്പൊ ഇവര് റിലേറ്റീവ് ആണെങ്കിൽ റിജക്ഷന് വേണ്ടിയിട്ടുള്ള ചാൻസ് വിൽ ബി വെരി ലെസ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്താ പറയാ, ലിവറെല്ലാം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആളെന്നായിരിക്കും. സിബ്ലിങ്സ് ആണ്, സഹോദരന്മാരുണ്ടാവില്ലേ, അവരാണ് ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുക. ഇല്ലെങ്കിൽ പാരന്റ്സ്, ഇല്ലെങ്കിൽ സ്പൗസ്, അങ്ങനെയാ പോവുക. ഓക്കെ, അപ്പോൾ HLA എന്ന് പറയുന്നത് അത് പല ആനിമൽസിലും പല പേരിലും ഇത് അറിയപ്പെടാം. ഹ്യൂമൻ ബീങ്ങിന്റെ കേസിൽ ഇത് HLA ഹ്യൂമൻ ലുക്കോസൈറ്റ് ആന്റിജൻ എന്നാ പറയാ. SLA ഉണ്ട്, പോർസൈൻ ലുക്കോസൈറ്റ് ആന്റിജൻ. H2 മൗസ് MHG അങ്ങനെയാ പറയാ. അങ്ങനെ കുറെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഗ്രാഫ്റ്റ് റിജക്ഷൻ? ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ, അക്യൂട്ട് റിജക്ഷൻ, ക്രോണിക് ഓർ ലേറ്റ് റിജക്ഷൻ, ഇങ്ങനെ 3 തരത്തിലാണ് ഉണ്ടാവുക. അതിൽ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ നോക്കുക. ഇറ്റ് ഒക്കേഴ്സ് അവേഴ്സ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ. ഇൻ ഇൻഡിവിജ്വൽ വിത്ത് പെർഫോംഡ് ആന്റിബോഡീസ് either due to blood groups or incompatibility or previous sensitization. ഒന്നെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് സെയിം അല്ലാത്ത ആൾക്കാർക്കാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അവർ ഓൾറെഡി അവർ ഇമ്മ്യൂൺ സിസ്റ്റം സെൻസിറ്റൈസ്ഡ് ആണ് ഇതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ, എങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, അല്ലെങ്കിൽ അതിന് മുന്നേ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ട് ആ ആന്റിജൻ ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലൊക്കെ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്പീഡായിട്ടും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗൻ. അതിനെയാണ് നമ്മൾ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയാം. രണ്ടാമത്തതാണ് അക്യൂട്ട് റിജക്ഷൻ. ഇറ്റ് ഒക്കേഴ്സ് 10 to 30 days ആഫ്റ്റർ അപ്പൊ തന്നെ മണിക്കൂറുകൾക്കുള്ളിലൊന്നും എടുത്ത് റിജക്ട് ചെയ്യില്ല. 10 മുതൽ 30 വരെ ദിവസങ്ങൾ എടുക്കും. ഓക്കെ, T സെൽസ് ആണ് മെയിൻ ആയിട്ട് അക്യൂട്ട് റിജക്ഷൻ അത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ക്രോണിക് ഓർ ലേറ്റ് റിജക്ഷൻ. അത് കുറെ ലേറ്റ് ആയിട്ട്, അതായത് മന്ത് ഓർ ഇയേഴ്സിന് ലേറ്റർ ആയിരിക്കും. അതായത് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെരി സ്ലോ ആയിരിക്കും. ഈ റിജക്ഷൻ ഉണ്ടാവുക ഇത്രയും കാലം കഴിഞ്ഞിട്ടായിരിക്കും. ഇറ്റ് മേ ബി സെൽ മീഡിയേറ്റർ ഓർ ആന്റിബോഡി മീഡിയേറ്റർ. Okay, thank you. This is all about this portion. I think that unit is finished. Okay, thank you. If you have any doubt, you can contact me. Thank you.